ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയത് ഇഡ്ഡലി ആയിരുന്നു. പിന്നെ കൂടെ ചമ്മന്തിക്കറി ഉണ്ടായിരുന്നു. രാവിലെ എനിക്ക് കുടിക്കാനായിട്ട് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ കുട്ടികൾക്ക് കുടിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കും. അപ്പോൾ അതിൽ കൂടെ തന്നെ കട്ടൻ ചായയും അവർക്ക് കുടിക്കാനുള്ള വെള്ളവും മാറ്റി വെക്കും. പിന്നെ അവർക്ക് കുടിക്കാനായിട്ട് പാല് തിളപ്പിച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഇടുന്നത് കൽക്കണ്ടാണ് കേട്ടോ. കൽക്കണ്ടം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കഫക്കെട്ടൊക്കെ കുറഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കൽക്കണ്ടം ഇട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് പിന്നെ ഒരു കവറ് ഹോർലിക്സ് ഇട്ട്. അപ്പോൾ ഈ കവർ എന്താണെന്ന് ചോദിച്ചാൽ അത് കുപ്പി കൊടുന്ന് വെച്ചാൽ നമ്മൾക്കിവിടെ അടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കവറിൽ വെച്ചത്. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് ചായയും കൂടെ കുടിച്ചിട്ട് നിന്നു. അപ്പോഴത്തേനും നമ്മുടെ ഇഡലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അടിയിലായിട്ട് 2 മുട്ട വേവിക്കാനായിട്ടും ഇട്ടിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് കൊടുത്തു വിടാനായിരുന്നു കേട്ടോ അത്. പിന്നെ ഇഡലിയൊക്കെ ഇഡലി തട്ടിയിൽ നിന്ന് ഞാൻ കാസറോളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സാധനം വന്നു. ഇത് ഞാൻ വാങ്ങിയിട്ട് 2-3 ദിവസമായി. നമുക്ക് ഒരുപാട് ഉപകാരമുള്ളൊരു മെഷീനാണ്. ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്നോളും, അനങ്ങാതെ അവിടെ ഇരുന്നോളും. നമുക്ക് എത്രയും പെട്ടെന്ന് തേങ്ങയൊക്കെ തിരുവിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും മേടിക്കാൻ കഴിയുന്ന എല്ലാവരും മേടിക്കണം. 2000 ചില്ലറ രൂപയേ ഉള്ളൂ. നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് തേങ്ങയൊക്കെ തിരുവിയെടുക്കാൻ പറ്റും. നമ്മൾ ജോലി പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും. ഞാൻ എന്നിട്ട് തേങ്ങ തിരുവിയിട്ട് ചമ്മന്തിക്കറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മക്കൾക്ക് ഇന്ന് ഇഡലിയും ചമ്മന്തിക്കറിയും മുട്ടയും ഒക്കെ കൂടെയാണ് കൊടുത്തത്.